അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് വേർഷനെ നമുക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായി തീരണം. ഇവിടെ ചോദ്യം എന്താണെന്നറിയോ? 11x ഗ്രോത്ത് റെവല്യൂഷൻ 2025 നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് നിങ്ങളൊരു കമ്പനീനെ ഫോം ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ടീമിനെ ബിൽഡ് ചെയ്തു. ടീം നിങ്ങളുടെ ചുറ്റിനും ഇരിക്കുന്നുണ്ട്. ഈ ടീമിനെ ഓർഗനൈസേഷനാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കമ്പനിയായിട്ട്, ഒരു ഓർഗനൈസേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പവർഫുൾ ഡിസിഷൻ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സിനും ഉണ്ടാവണം. ബിസിനസ് ഓണറിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു 100 വർഷം കഴിഞ്ഞ് 500 വർഷം കഴിഞ്ഞ് നാട്ടിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടാൽ, നമ്മൾ സീഡായിട്ട് നിന്ന് ആ കമ്പനി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ടീമിനോട് എനിക്ക് പറയാനുള്ളത്, ടീം ലീഡേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സാലറി മേടിക്കാൻ വേണ്ടിയിട്ടും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങളുടെ കമ്പനിയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ വെറും എംപ്ലോയീസ് ആണ്. അല്ലാത്ത ആളുകളാണ് റിയൽ ലീഡേഴ്സ്. ആ ലീഡറായിട്ട് മാറണമെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യലിനെ എത്രത്തോളം എക്സ്പ്രസ് ചെയ്ത് ഈ ഓർഗനൈസേഷൻ ബിൽഡിങ്ങിൻ്റെ പാർട്ടായിട്ട് ഞാൻ മാറുന്നു എന്നുള്ളതാണ് ചോദ്യം.